ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മഹാകവി KV സൈമൺ സാറിന്റെ ഒരു ഗാനം എന്റെ ഹൃദയത്തെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ ഇടയായി. ആട്ടിടയർ കൂട്ടമായി ബേത്ലഹേമിൽ ജനിച്ച ലോകത്തിന്റെ രക്ഷകനെ, രാജാതിരാജാവിനെ കാണുവാൻ വരുന്ന ആട്ടിടയർ കൂട്ടം. അവരുടെ മനസ്സിൽ രാജപുത്രനെ കാണുവാനാവുന്ന ചിന്തയിലാണ് ഈ ആട്ടിടയർ വരുന്നത്. പക്ഷേ ആട്ടിടയർ ബേത്ലഹേമിൽ എത്തുമ്പോൾ ഒരു പുൽത്തൊട്ടിയിൽ കീറിയ ശീലയിൽ കിടക്കുന്ന യേശുവിനെ ആട്ടിടയർ സ്വർഗത്തോട് മേലോട്ട് നോക്കി ഇപ്രകാരം ചിന്തിച്ചുന്ന രീതിയിലായിരിക്കാം സൈമൺ സാർ എഴുതിയത്: പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഈ കീർത്തിശീലയിലാണല്ലോ കിടക്കുന്നത്. അങ്ങയെ ഞാൻ നമിച്ചിടുന്നു, സിയോൻ മണവാളനെ എന്ന വരി. സാധാരണ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പോലും പട്ടിൽ പൊതിഞ്ഞ് കിടത്തുവാൻ നോക്കുമ്പോൾ സൈമൺ സാറിന്റെ വരിയിൽ പിന്നെ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്: പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രന് കിടക്കുവാൻ കീർത്തിശീല മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ട് തീർന്നില്ല. 33.5 വയസ്സുവരെ ലോകത്തിലെ സകല ജനങ്ങൾക്കു വേണ്ടിയും കാഴ്ച കൊടുത്തവർ, കാല് മുടന്തരായവരെ നടത്തിയ ദൈവം, അത്ഭുതങ്ങളെ അതിശയങ്ങളെ ഉളവാക്കിയ ദൈവം, ക്രൂശീകരണത്തിനായി പീലാത്തോസിന്റെ അരമനയ്ക്ക് മുമ്പിൽ നിന്നാപാത്രത്തിനായി നിൽക്കുമ്പോഴും ജനം ആർത്തു വിളിച്ചു, ഇവനെ ക്രൂശിക്കുക. 39 അടി ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോഴും ചമ്മട്ടിയുടെ അഗ്രഭാഗങ്ങളിൽ ചൂണ്ടക്കൊളുത്തും എല്ലിൻ കഷ്ണവും ഇരുമ്പകട്ടകളും ചേർത്തിണക്കിയതാണ് ചമ്മട്ടി. അതുകൊണ്ട് കർത്താവിന്റെ ദേഹത്ത് 39 അടി അടിക്കുമ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് മറ്റൊരുത്തിനെയും പ്രാഗിയില്ല, ശപിച്ചില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇത്ര കഠിനമായ വേദന ഉണ്ടാകുമ്പോൾ ചൂണ്ടക്കൊളുത്തുകൾ യേശുക്രിസ്തുവിന്റെ ശരീരഭാഗത്ത് അഴഞ്ഞടിക്കുമ്പോൾ അത് തറച്ചു കയറും. അതിനുശേഷം പടയാളികൾ അതിശക്തിയോടെ ഇതിനെ വലിച്ചെടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീര മാംസ പറഞ്ഞിളകുന്ന അവസ്ഥ. വേദപണ്ഡിതന്മാർ പറയുന്നു, ഉഴവു ചാലുപോലെ ഒരു വയൽ കാളയെ കൊണ്ട് ഉഴിഞ്ഞ് ഇളക്കിയിടുന്ന അനുഭവം പോലെ യേശുക്രിസ്തുവിന്റെ പുറം രക്തക്കളമായി കിടന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ആ വേദനയിലും യേശുക്രിസ്തു ജനത്തെ സംബോധന ചെയ്ത് തന്റെ പിതാവായ ദൈവത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: